അബൂബക്കർ സിദ്ദിഖ് പിടിയിലായി എന്നുള്ളൊരു വാർത്തയാണ്. അത് ദക്ഷിണേന്ത്യയിലെ നിരവധി സ്ഫോടന കേസുകളുടെ മുഖ്യ സൂത്രധാരനായ അബൂബക്കർ സിദ്ദിഖ് പിടിയിലായി. ആന്ധ്രയിലെ ഒളിത്താവളത്തിൽ നിന്ന് തമിഴ്നാട് പോലീസ് ഈ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അബൂബക്കർ സിദ്ദിഖിനെ എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ 1995 മുതൽ അബൂബക്കർ സിദ്ദിഖ് ഒളിവിലായിരുന്നു എന്നുകൂടി അറിയാൻ കഴിയുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മുഹമ്മദ് റഹീസ് നൽകും ചെന്നൈയിൽ നിന്നും. റഹീസ്, നിരവധി സ്ഫോടന കേസുകളിലെ പ്രതി 95 മുതൽ ഒളിവിൽ കഴിയുന്നയാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനിലൂടെയാണ് പിടികൂടിയതെന്ന് മനസ്സിലാക്കുന്നു തമിഴ്നാട് ATS. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? പ്രജിൻ 30 വർഷമായി പോലീസിനെയും ഒപ്പം തന്നെ ATSനെയും ഒക്കെ ഇങ്ങനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കർണാടകയിലും അടക്കം നിരവധി സ്ഫോടന കേസുകളിൽ പ്രതിയായിട്ടുള്ള അബൂബക്കർ സിദ്ദിഖ് പിടിയിലായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഭീകരവിരുദ്ധ സ്ക്വാഡ് അത് സ്ഥിരീകരിച്ചു തന്നെ പറയുന്നു. ആന്ധ്രയിലെ ഒളിത്താവളത്തിൽ നിന്നും തമിഴ്നാട് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് പലരുടെയും നേതൃത്വത്തിൽ നടത്തിയിരുന്നു. പല പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഒക്കെ തലപ്പത്തിരുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തുകയും ഇദ്ദേഹത്തിനെ പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫലമായില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് ഇദ്ദേഹത്തിനെ പിടിയിലായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആന്ധ്രാപ്രദേശിൽ ഒളിത്താവളത്തിൽ നടത്തിയ ഒരു നീക്കത്തിൽ അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ആ ഒരു ഓപ്പറേഷൻ എന്തായാലും വിജയകരമായി പൂർത്തിയാക്കാൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നു. വലിയ നേട്ടമാണ് ഉണ്ടായതെന്ന് എന്നെയും പോലീസ് വൃത്തങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള സ്ഫോടന കേസുകൾ ഇദ്ദേഹത്തിനെതിരെ നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒക്കെയും കുരുക്കഴിക്കാനും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ഇത് കണക്ട് ചെയ്യാനും ഒക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാകും. പ്രത്യേകിച്ച് 1999 ബംഗളൂരു സ്ഫോടനം, ഒപ്പം തന്നെ 2011 LK അദ്വാനിയുടെ രഥയാത്ര ലക്ഷ്യമിട്ട് മധുരയിൽ നടത്തിയ ഒരു സ്ഫോടനം, 1991 ചെന്നൈ ഹിന്ദു മുന്നണി ഓഫീസ് സ്ഫോടനം. ഈ ഹിന്ദു മുന്നണി ഓഫീസ് സ്ഫോടനത്തിലൂടെയൊക്കെയാണ് ഇദ്ദേഹത്തിനെ പ്രധാനപ്പെട്ട ഒരു ഭീകരനായി അല്ലെങ്കിൽ അത്തരത്തിലൊരു ആളായി ചിത്രീകരിക്കപ്പെടുന്നതും അദ്ദേഹത്തിനെ പ്രധാനമായും പോലീസ് ടാർഗറ്റ് ചെയ്യുന്നതുമൊക്കെ അതോടുകൂടിയാണ്. അപ്പോൾ അതിനിടയിൽ നടത്തിയ നിരവധി ഓപ്പറേഷനുകൾ, ആ ചിന്താരപ്പെട്ടിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ അന്ന് ഒരാളാണ് മരിച്ചത്. പിന്നീടാണ് 7 സ്ഥലങ്ങളിലായി ചെന്നൈയിൽ 99 നടത്തിയിട്ടുള്ള ഒരു സ്ഫോടനം. അത് പലതരത്തിലുള്ള വലിയ പ്രത്യാഘാതങ്ങളൊക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിലും ഒക്കെ വരുത്തിയിട്ടുള്ള ഒരു സ്ഫോടനമായിരുന്നു. അങ്ങനെ എന്തായാലും ഇപ്പോൾ നിലവിൽ ഇദ്ദേഹം പിടിയിലായിട്ടുണ്ട്. ഏതാണ്ട് 28 വർഷത്തിലധികം നടത്തിയ പോലീസിന്റെ നീക്കം അതാണ് ഒടുവിൽ ഫലമായി കണ്ടിരിക്കുന്നത്. ATS സംഘം ഇദ്ദേഹത്തിനെ പിടികൂടിയിട്ടുണ്ട്. പ്രജിൻ. യെസ്, മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്നും.